عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونصلي ونسلم على سيدنا وحبيبنا محمد وعلى آله وأصحابه ومن انتمى إليه وبعد. اللهم رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. 27/1/2017 UAE പള്ളികളിലെ ജുമുഅക്ക് വേണ്ടി അൽ ഹൈഅൽ അമ്മ ലിശുഊനിൽ ഇസ്ലാമിയ്യ വൽ ഔഖാഫ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഹുസ്നുൽ ദന്നി ബില്ലാഹ്, അള്ളാഹുവിനെക്കുറിച്ച് നല്ലതു മാത്രം വിചാരിക്കുക എന്ന വിഷയത്തെ ആസ്പദിച്ചുള്ള ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് നിർവഹിക്കുന്നത്. മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് വിധേയപ്പെട്ടും വഴിപ്പെട്ടും ജീവിക്കുവാൻ ആദ്യമായി എന്നെയും ശേഷം നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ചയക്കപ്പെടുന്ന ഒരു ദിവസം നിങ്ങൾ സൂക്ഷിക്കുക. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, എന്നിട്ട് ഓരോ വ്യക്തിക്കും താൻ അനുവർത്തിച്ചതിനുള്ള പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടും. വഹും ലാ യുദ്ലമൂൻ, അവരോട് അക്രമം പ്രവർത്തിക്കപ്പെടുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ സൃഷ്ടിക്കുകയും അതിനുശേഷം അവരോട് അള്ളാഹുവിലേക്ക് സർവം സമർപ്പിക്കുവാനും അള്ളാഹുവിനെക്കുറിച്ചു നല്ലത് വിചാരിക്കുവാനും ആഹ്വാനം ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം സർവവ്യാപിയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് പോലെ, ഇന്നല്ലാഹ കതബ കിതാബൻ ഖബ്ല അൻ യഖ്ലുഖൽ ഖൽഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികർമ്മം നിർവഹിക്കുന്നതിനു മുമ്പ് ഒരു രേഖ തയ്യാറാക്കുകയുണ്ടായി, ഒരു രേഖ എഴുതുകയുണ്ടായി. അതിപ്രകാരമായിരുന്നു അത്രേ, ഇന്ന റഹ്മതി സബഖത് ഖളബി, നിശ്ചയം എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു. അഥവാ മികച്ചു നിൽക്കുന്ന ഗുണം, അള്ളാഹുവിൻ്റെ മുന്നിട്ടു നിൽക്കുന്ന ഗുണം കാരുണ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അപ്രാപ്യമായി ഒന്നും തന്നെ ആകാശഭൂമികളിലില്ല. അള്ളാഹു അത്യുദാരനാണ്. എത്രയേറെ നൽകിയാലും അവൻ്റെ കേദാരത്തിൽ നിന്ന് ഒന്നുമേ കഴിഞ്ഞു പോവില്ലെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു. യദുല്ലാഹി മൽഅ, അള്ളാഹുവിൻ്റെ കൈകൾ നിറഞ്ഞിരിക്കുകയാണ്. ലാ തുഗീലുഹാ നഫഖ, എത്ര വ്യയം ചെയ്താലും അത് വറ്റിപ്പോവുകയില്ല. സഹാഉൽ ലൈലി വന്നഹാർ, രാവിലും പകലിലും അല്ലാഹു ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാരുണ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അവിടുന്ന് വീണ്ടും പറയുന്നു, അറഅയ്തും മാ ഉൻഫിഖ മുൻദു ഖൽഖിസ് സമാഇ വൽ അർദ്, ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ടതിനു ശേഷം എന്തെല്ലാം ചെലവഴിക്കപ്പെട്ടുവെന്ന് നിങ്ങൾ ആലോചിക്കുക. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനു ശേഷം ഭൂമിയിൽ എന്തെല്ലാം ചെലവഴിക്കപ്പെട്ടു, എന്തെല്ലാം നൽകപ്പെട്ടു എന്ന് നിങ്ങൾ ആലോചിക്കുക. ഫഇന്നഹു ലം യുഗിദ് മാ ഫീ യദിഹി, അവയൊന്നും അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ കയ്യിലുള്ളതിൽ നിന്ന് ഒന്നുമേ കുറവ് വരുത്തിയിട്ടില്ല എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസികളാവുക, നല്ല വിചാരമുണ്ടാവുക എന്നത് ഈമാനിൻ്റെ അടിത്തറയാണ്. അംബിയാ മുർസലീങ്ങൾ മുഴുവൻ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പാഠവും അതുതന്നെയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം നാടുപേക്ഷിച്ച് യാത്ര പോവുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഖുർആൻ പറയുന്നത് പോലെ, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ തമ്പുരാനിലേക്ക് യാത്ര പോവുകയാണ്. സയഹ്ദീൻ, അവൻ എനിക്ക് മാർഗദർശനം നൽകും. ഇബ്രാഹിം നബി അള്ളാഹുവിനെക്കുറിച്ചു നല്ലത് വിചാരിച്ചു. അള്ളാഹു തൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. അതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിനു സന്മാർഗം നൽകി കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ അനുചരന്മാരോടൊത്ത് ഫിർഔനിൽ നിന്നോടി രക്ഷപ്പെടുമ്പോൾ
സമുദ്രത്തിൻ്റെ തീരത്തെത്തുകയും ഫിർഔനും പരിവാരങ്ങളും തൊട്ടുപിറകെ എത്തിച്ചേരുകയും ചെയ്തപ്പോൾ ഇരുവിഭാഗങ്ങളും മുഖാമുഖം നിൽക്കെ മൂസാ നബിയുടെ അനുചരന്മാർ പരിതപിച്ചു, പരിഭവപ്പെട്ടു. ഇന്നാലമുദ്റകൂൻ, ശത്രുവിൻ്റെ തപ്പിടിയിൽ നമ്മൾ അകപ്പെട്ടുപോയെന്ന് അവർ പരിതപിച്ചുവത്രേ. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, കല്ല, അതൊരിക്കലുമില്ല. ഇന്ന മഅി റബ്ബി, ഞാൻ ഒന്നിച്ച് എൻ്റെ തമ്പുരാനുണ്ട്. സയഹ്ദീൻ, അവൻ എനിക്ക് മാർഗദർശനം നൽകും. മൂസാ നബി അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചു. അള്ളാഹു തന്നെ രക്ഷപ്പെടുത്തുമെന്നും തൻ്റെ പ്രശ്നങ്ങൾക്കു പരിഹാരമരുളുമെന്നും മൂസാ നബി വിശ്വസിച്ചു. അതുകൊണ്ട് ഖുർആൻ പറയുന്നത് പോലെ വഅൻജൈന മൂസ, നാം മൂസാ നബിയെ രക്ഷപ്പെടുത്തി എന്നു മാത്രമല്ല, മൂസാ നബിയുടെ ശുഭാപ്തി വിശ്വാസം കാരണമായി വമൻ മഅഹു അജ്മഈൻ, അദ്ദേഹത്തോട് കൂടെയുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നാം രക്ഷപ്പെടുത്തി എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലും അള്ളാഹുവിനെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഉദാത്തമായ മാതൃകകളുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാരോടും തൻ്റെ കൂടെയുള്ളവരോടും അള്ളാഹുവിനെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസത്തെ ധാരാളമായി ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു അത്രേ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഹിജ്റയുടെ വേളയിൽ സൗർ ഗുഹയിൽ അഭയം തേടിയ നേരം അവരെ അന്വേഷിച്ചു തൊട്ടുപിറകെ വന്ന ശത്രു സൈന്യങ്ങൾ സൗർ ഗുഹയുടെ കവാടത്തിൽ വന്ന് നിൽക്കുന്ന നേരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞുവത്രേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, ലൗ അന്ന അഹദഹും നദറ ഇലാ ഖദമൈഹി ലഅബ്സറനാ, ആ ശത്രു സൈന്യത്തിൽ നിന്നാരെങ്കിലും ഒരാൾ അയാളുടെ കാൽച്ചുവട്ടിലേക്ക് നോക്കിയാൽ ലഅബ്സറന, അവർ നമ്മളെ കണ്ടുപോകും. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹു, ആ നേരം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പ്രതിവചിച്ചു അത്രേ, യാ അബൂബക്കർ, അബൂബക്കറെ, മാ ളന്നുക ബിസ്നൈൻ, രണ്ടാളുകളെക്കുറിച്ച് തങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അല്ലാഹു സാലിസുഹുമ, ആ രണ്ടാൾക്കു തുണയായുള്ളത് അല്ലാഹുവാണെന്ന്. ആ സന്ദർഭം വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ ഇങ്ങനെ പറയുന്നു, ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശുഭാപ്തി വിശ്വാസം കാരണം തൽസമയം തന്നെ അള്ളാഹു തൻ്റെ സമാധാനം തിരുനബിക്ക് ഇറക്കിക്കൊടുക്കുകയും വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ, നിങ്ങൾക്കു കാണാനാവാത്ത സൈന്യങ്ങൾ കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു പിൻബലമേകുകയും ചെയ്തുവെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. സ്വഹാബി വര്യന്മാരിൽ പ്രമുഖനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നത് കാണാം, മാ ഉഅ്തിയ അബ്ദുൻ മുഅ്മിനുൻ മിൻ ഷൈ, ഒരു മുഅ്മിനും ഒരു നന്മയും ലഭിച്ചിട്ടില്ല, ഒരു ഔദാര്യവും ലഭിച്ചിട്ടില്ല, അഫ്ളല മിൻ അൻ യുഹ്സിന ബില്ലാഹി ളന്ന, അല്ലാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ അവന് കഴിയുക എന്നതിലപ്പുറം, അഥവാ ഏറ്റവും നല്ല ഔദാര്യം, ഏറ്റവും നല്ല കർമ്മം അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ കഴിയുക എന്നതാണ്. ഏതൊരാൾ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നുവോ, അള്ളാഹുവിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നുവോ, അവൻ അള്ളാഹു നന്മ നൽകുക തന്നെ ചെയ്യും. കാരണം മുഴുവൻ ഐശ്വര്യവും അള്ളാഹുവിൻ്റെ കയ്യിലാണ്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അത്രേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക സിദ്ഖത്ത് തവക്കുൽ, അള്ളാഹുവേ, നിന്നിലുള്ള അർത്ഥപൂർണമായ ഭരമേൽപ്പിക്കൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഹുസ്നൽ ളന്നി ബിക്, നിന്നെക്കുറിച്ചു സദ്വിചാരമുള്ളവനാവാനും ഞാൻ നിന്നോട് ചോദിക്കുന്നുവെന്ന്. അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് വിചാരിക്കുമ്പോൾ, സൽവിചാരം നാം കൈക്കൊള്ളുമ്പോൾ ഹൃദയങ്ങൾ ശാന്തമാകും, മനസ്സുകൾ സമാധാനം പ്രാപിക്കും, നന്മ ആഗതമാകും. അത് നന്മയുടെ തുറന്നുകിടക്കുന്ന വാതായനമാണ്, അള്ളാഹുവിൻ്റെ അത്യുദാത്തമായ കാരുണ്യമാണ്. മുഅ്മിനീങ്ങളെ, ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് നന്മ വിചാരിക്കേണ്ടത്? ജീവിതത്തിൻ്റെ ഓരോ നിമിഷാർദ്ധങ്ങളിലും, മുഴുസമയങ്ങളിലും, എല്ലാ അവസ്ഥകളിലും അള്ളാഹുവിനെക്കുറിച്ച് നാം നന്മ വിചാരിക്കേണ്ടതുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യഖൂലുല്ലാഹു തആല, അല്ലാഹു ഇപ്രകാരം പറയുന്നുണ്ട്, അന ഇൻദ ളന്നി അബ്ദി ബി, ഞാൻ എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്തു വിചാരിക്കുന്നുവോ അതുപ്രകാരമായിരിക്കും ഞാൻ എന്ന്.
ഉലമാക്കൾ അതിനിങ്ങനെ വിശദീകരണം നൽകുന്നു. ഫമിനൽ ഹസൻ അൻ തൂഖിന ബിൽ ഇജാബത്തി ഇൻദ ദുആ, നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം നിനക്കുണ്ടാവുക എന്നത് ഈ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹുവിലേക്ക് നീ പശ്ചാത്തപിച്ചു മടങ്ങുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കുമെന്നും നിനക്കുറപ്പ് വേണം. നീ അള്ളാഹുവിനോട് പാപമോചനം തേടുമ്പോൾ അള്ളാഹു നിനക്ക് പാപമോചനം നൽകുമെന്ന് നീ വിശ്വസിക്കേണ്ടതുണ്ട്. ഇവയെല്ലാം അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളാണ്. അള്ളാഹുവാവട്ടെ നാം അള്ളാഹുവിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് പ്രകാരമാണ് നമ്മളോട് പ്രതികരിക്കുന്നത് എന്ന് വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരാൾ അള്ളാഹുവിൽ നിന്ന് കാരുണ്യവും നന്മയും പ്രതീക്ഷിക്കുന്നുവോ അവൻ അള്ളാഹു അത് നൽകും. കർമ്മങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, ഉത്തരവാദിത്തങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ നാം ഓരോരുത്തരും ശുഭാപ്തി വിശ്വാസികളാവേണ്ടതുണ്ട്. അള്ളാഹുവിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹു കാരുണ്യത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും വാതായനങ്ങൾ തുറന്നു തരുമെന്ന് നാം ഉറച്ചു വിശ്വസിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും. അള്ളാഹു നന്മയുടെ വാതായനങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു തരും. എല്ലാ കാര്യങ്ങളിലുമുള്ള ഈ സദ്വിചാരം വഴി അത്യുദാത്തമായ ഗുണഫലങ്ങൾ സമൂഹത്തിൽ ഒന്നാകെ പ്രകടമാകും. ജീവിതത്തിൻ്റെ പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങളിൽ ഹൃദയം അള്ളാഹുവിലേക്ക് മുന്നിടും. അള്ളാഹുവിന് ഹൃദയാന്തരങ്ങളിലെ മുഴുവൻ കാര്യങ്ങളും അറിയാം. അള്ളാഹുവിനോട് ഹൃദയം തുറന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ, അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമരുളുമെന്ന വിശ്വാസത്തോടെ നാം ചോദിക്കുമ്പോൾ ഖുർആൻ തന്നെ പറയുന്നത് പോലെ സയജഅലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്റാ, എല്ലാ പ്രയാസങ്ങൾക്കും ശേഷം ആയാസരാഹിത്യത്തെ അള്ളാഹു നിങ്ങൾക്ക് തീർത്തു തരുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ നമുക്ക് വാക്ക് നൽകുകയാണ്. അള്ളാഹുവിലേക്ക് നാം വിധേയരായി മടങ്ങുമ്പോൾ അള്ളാഹു ഉത്തരം നൽകുമെന്ന ഉത്തമ വിശ്വാസത്തോടെ നാം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷകളെ അള്ളാഹു നിരാശപ്പെടുത്തുകയില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഫഇദാ സഅൽതുമുല്ലാഹ അസ്സ വജൽ, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഫസ്അലൂഹു വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, തീർച്ചയായും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണമെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. നമുക്ക് അതുകൊണ്ട് നന്മകൾ പ്രചരിപ്പിക്കാം, ഉപകാരപ്രദമായത് ചെയ്യാം. ആത്മവിശ്വാസത്തോടെ, ശുഭപ്രതീക്ഷയോടെ, ഉയർന്ന ഇച്ഛാശക്തിയോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് സമൂഹത്തെ സേവിക്കാം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശുഭപ്രതീക്ഷയെ ഇഷ്ടപ്പെടുമായിരുന്നു. കാരണം ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ആവേശം നൽകും. തൻ്റെ പ്രതിസന്ധികളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഉത്തമമായ ബോധം കൈക്കൊള്ളാൻ അവനത് പ്രേരണ നൽകും. അങ്ങനെ വരുമ്പോൾ എല്ലാ ഉദ്യമങ്ങളിലും ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി നിറവേറ്റുവാൻ ഈ ബോധം അവനെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ സമൂഹത്തോടും കുടുംബത്തോടുമൊപ്പം അവൻ സന്തോഷപൂർവ്വം ജീവിക്കും. അള്ളാഹു തനിക്കു നൽകിയതെന്താണെങ്കിലും അതിൽ നന്മയുണ്ടാവുമെന്ന് അവൻ ഉറച്ചു വിശ്വസിക്കും. ഈ ഗുണപരമായ, ഈ ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള ജീവിതമാണ് സമൂഹത്തിൽ മാറ്റങ്ങൾക്ക് കാരണമാവുക. മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നതിൻ്റെ മറ്റൊരു വശം തന്നെയാണ് നാം നന്നായി കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്. നേരെ മറിച്ച് അള്ളാഹുവിലുള്ള ശുഭാപ്തി വിശ്വാസം കൊണ്ടു മാത്രമല്ല കാര്യങ്ങൾ നടക്കുന്നത്. പണ്ഡിതന്മാർ പറയുന്നത് പോലെ ഇന്നൽ മുഅ്മിന ഇദാ അഹ്സനല്ലന്ന ബിറബ്ബിഹി അഹ്സനൽ അമൽ, ഒരു മുഅ്മിൻ, ഒരു വിശ്വാസി അള്ളാഹുവിനെ കുറിച്ച് യഥാർത്ഥ ശുഭാപ്തി വിശ്വാസിയാണെങ്കിൽ അഹ്സനൽ അമൽ, അവൻ തൻ്റെ കർമ്മങ്ങളും സുന്ദരമാക്കും. അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തിൻ്റെ മറ്റൊരു വശമാണ് സുന്ദരമായി കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹത്തായ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് അള്ളാഹു അഭിവൃദ്ധിയും ഐശ്വര്യവും നിലനിർത്തുമാറാവട്ടെ. ഈ രാജ്യത്തിൻ്റെ ധീരരക്തസാക്ഷികൾക്ക് അള്ളാഹുവേ നീ സ്വർഗം നൽകണമേ. അവരുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും നീ ക്ഷമ ചൊരിയണമേ നാഥ. ലോക ജനതയ്ക്ക് നീ സമാധാനം നൽകുകയും വിശ്വാസി സമൂഹത്തിന് ഒന്നടങ്കം കരുണയും രക്ഷയും പാപമോചനവും നീ നൽകണമേ അല്ലാ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.